ഇഷ്ടം പോലെ ഡിസൈൻസിലെ കഥകൾ ബ്രൈഡ്സിനുള്ളത് മാത്രമാണോ എന്ന് ചിലരെങ്കിലും എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു അല്ല. ഇന്നത്തെ കഥ നമുക്കൊരു ബ്രൈഡ്സ് മെയ്ഡ് ഗ്രൂപ്പിനെ കുറിച്ച് ആകാം. കാരണം എന്നും ബ്രൈഡൽ അറ്റയർ റെഡിയാക്കുമ്പോൾ ആ ബ്രൈഡൽ അറ്റയർ കോംപ്ലിമെന്റ് ചെയ്യുന്നത് അവരുടെ ഏറ്റവും സ്നേഹമുള്ള ആൾക്കാരോട് കൂടിയാണ്. അവരാണ് ഈ ബ്രൈഡ്സ് മെയ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും അവർ കൂടെ ഉണ്ടെങ്കിൽ ബ്രൈഡ്സിന് ഒരു പ്രത്യേക ധൈര്യമാണ്. ശരിക്കും അത് അങ്ങനെയാണ് താനും. എൻ്റെയൊക്കെ വെഡിങ്ങിന് 10 പേരായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. അതുപോലെയാണ് ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് വേണ്ട. കാരണം എപ്പോഴും ഒരു ഡാർക്ക് നേവി ബ്ലൂ, ബർഗൻഡി, അല്ലെങ്കിൽ പേസ്റ്റൽ പീച്ച് പിങ്ക്, അല്ലെങ്കിൽ ഗ്രീൻ, ഇങ്ങനെയൊക്കെ പോകുന്നത് സ്ഥിരമാണ്. നമ്മളിപ്പോൾ കണ്ടു ഒരുമാതിരി ഒത്തിരി ബ്രൈഡ്സ് മെയ്ഡ് ആ ഗ്രൂപ്പിനെ അങ്ങ് കണ്ടു. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് വൈ നോട്ട് കളേഴ്സ് ഓഫ് ദ ഫോൾ, അതായത് ഓട്ടം സീസണിൻ്റെ കളേഴ്സ് ആണെങ്കിൽ എങ്ങനെയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പിൾസ് ഒന്ന് ചെയ്തെടുക്കുക. ഒരു 4 ബ്രൈഡ്സ് മെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട്. ഏറ്റവും ഭംഗിയുള്ള കളേഴ്സ് ഏതാ എന്നുള്ളത് നോക്കി. ഫോളിൻ്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും അയ്യോ എല്ലാ ഇലകളും പൊഴിഞ്ഞ് അതിലെന്ത് ഭംഗിയാണ് ഉള്ളതെന്ന്. പക്ഷെ അതിനുമുണ്ട്. നേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി ആൻഡ് പ്യൂരിറ്റി എന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് ഏത് കളേഴ്സ് വേണോ നേച്ചറിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി എന്ന് പറയുന്നത് ഒരു സത്യമാണ്. എന്ത് ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ് നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് അവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ആ ചെയ്ത 4 ബ്രൈഡ്സ് മെയ്ഡും. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഓരോ പാറ്റേണും നല്ല ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ. അതുപോലെ ഡ്രേപ്പിങ്സ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ക്രഷസ് കൊടുത്ത് യോക്ക് പോർഷനിലും അടിയിലേക്ക് എല്ലാവരുടെയും തന്നെ ഫ്ലെയർഡ് ഒരു അംബ്രല്ല ഫീൽ ആയിരുന്നു. പക്ഷെ ആ 4 കളേഴ്സ് വിത്ത് ദ ബ്രൈഡ് ഇൻ ഐവറി ഷെയ്ഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാസ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്സ് ഓൺ. ശരിക്കും ആ ഒരു ഫോട്ടോഗ്രാഫ്സ് കാണാനും പിന്നെ ആ കോംപ്ലിമെന്റ് ചെയ്തത് ആക്ച്വലി ആ ടൈമിലെ വെതർ, അതുപോലെ തന്നെയുള്ള ആ സ്പേസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം എല്ലാം കറക്റ്റ് ട്രാക്കിൽ വീണു എന്ന് വേണം പറയാൻ. ഭയങ്കര ഭംഗിയുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ആ ബ്രൈഡ്സ് മെയ്ഡ് ഗ്രൂപ്പ് വിത്ത് സ്വീറ്റ് ബ്രൈഡ് നമുക്ക് കിട്ടിയത്. ഇതുപോലെയുള്ള കഥകളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.